വാ ഇറങ്ങ. ഇവിടെയാണോ ഇറങ്ങുന്നത്? ആ അതെ, കുറച്ച് സംസാരിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാം. വാ. കുറേ നേരമായാലും ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്തൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്തെ? അത് പിന്നെ സംസാരിക്കാനൊക്കെ ഉണ്ട്, പക്ഷെ അതെങ്ങനെ തുടങ്ങണം എന്നൊരു കൺഫ്യൂഷൻ. അതാ അത് ഇന്ന് ഞാൻ തന്നെ ഏഞ്ചലിനെ വിളിച്ചപ്പോൾ താൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ കോഴിയാണെന്ന് തനിക്ക് പണ്ട് തൊട്ടേ അറിയാമെന്ന്, ഇപ്പോഴോ ഒരു മാറ്റം ഇല്ല എന്നൊക്കെ. അയ്യോ എൻ്റെ പൊന്നി ചായ, ആ കാര്യമാണെന്നുണ്ടെങ്കിൽ ഐ ആം സോറി, വെരി വെരി സോറി. ഞാൻ ഇച്ചായൻ്റെ അടുത്ത് വന്ന് അതിന് സോറി പറയാൻ നിൽക്കുമായിരുന്നു. അപ്പോഴേക്ക് ഇച്ചായൻ ഇങ്ങനെ അതിങ്ങോട്ട് ചോദിക്കുന്നത് എനിക്ക് തോന്നിയില്ല. എന്തായാലും സോറി കേട്ടോ. ഞാൻ എൻ്റെ അപ്പത്തെ ഒരു ഇമോഷൻ്റെ പുറത്ത് പറഞ്ഞു പോയതാണ്. എനിക്കറിയാം ഇച്ചായൻ്റെ ബോസാണ് അല്ലെങ്കിൽ സാറാണ് എന്നുള്ള കാര്യം. ഞാനപ്പോൾ പറയാൻ പാടില്ലായിരുന്നു. ഐ നോ, ബട്ട് എനിവേ ഐ ആം സോറി ചായ. താനെന്തിനാ ഈ സോറി എല്ലാം പറയുന്നേ? അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. ഞാൻ തനിക്കതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് എനിക്ക് തോന്നി. അതും പിന്നെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളോട് തന്നോട് പറയാനും ഉണ്ടായിരുന്നു. അതാ ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നത്. ഇച്ചായ അത് എൻ്റെ തെറ്റാണ്, അതിന് ഞാൻ സോറി പറയുകയും ചെയ്തല്ലോ. ഇനി അതിനെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ കേൾക്കാനോ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് വേണ്ട ചായ. ഈ താല്പര്യമില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് ഈ കാര്യം എന്തായാലും എനിക്ക് നിന്നോട് തുറന്നു പറയണം, അല്ലെങ്കിൽ അത് പറ്റില്ല. എന്തായാലും തുറന്നു പറയണം. വേണ്ട വേണ്ട വേണ്ട, എന്നെ കൊണ്ടൊന്നും പറ്റില്ല അതൊന്നും കേൾക്കാൻ. എനിക്ക് വയ്യ ഇനിയും. എന്തായാലും വേണ്ട, ഞാനൊന്നും കേൾക്കാൻ നിൽക്കില്ല. നീ കേൾക്കാതെ പിന്നെ വേറെ ആര് വന്ന് കേൾക്കാനാ? എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നീ തന്നെ കേൾക്കണം. പറ്റില്ല പറ്റില്ല പറ്റില്ല, എനിക്ക് കേൾക്കണ്ട. പന്നെടുത്തി കുറെ നേരമായി അവള് കിടന്ന് ചലിക്കുന്നത്. ഞാൻ പറയാനുള്ള മുഴുവൻ കേട്ടിട്ട് നീ ഇന്ന് ഇവിടുന്ന് പോളൂ. അല്ല പിന്നെ കുറെ നേരമായി അവള്. എന്തിനാ ഇപ്പം നിനക്കൊന്നും ചലിക്കാനില്ലേ? ഇത്ര നേരം ചീവിയുടെ ചലിക്കനായിരിക്കും കിടന്ന് ചലിച്ചുകൊണ്ടിരുന്നിരുന്നല്ലോ. ഇപ്പം നിനക്ക് എന്താ ഒന്നും ചലിക്കാനില്ലേ? ഇപ്പം എന്താ നിന്റെ വായൽപ്പാടും തിരികെ വെച്ചിട്ടില്ല? അല്ല പിന്നെ മനുഷ്യൻ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോൾ തല കയറി നിരങ്ങാൻ വരുന്ന. പിന്നെ അല്ലേ ഈ മറ്റയുടെ സ്വഭാവം അവിടെ മാറ്റി വെച്ചിട്ട് എന്നും കെട്ടി എന്റെ പിള്ളേരെ നോക്കിയിട്ട് മതിയായിരിക്കും അവിടെ ചെയ്യിച്ചോ? ഇപ്പൊ ഇവിടെ നടന്നത് പ്രപ്പോസലായിരുന്നു. അല്ല നിന്റെ ചെവിക്ക് വല്ലതും കുഴപ്പമുണ്ടോ? ഇത്ര നേരം ഞാൻ ചലിച്ച് നീ കേട്ടില്ലേ? നീ എന്തിനാ കരയുന്നേ? ഇങ്ങനല്ല. എന്തിങ്ങനല്ലാന്ന്? കഴിഞ്ഞ 8 കൊല്ലായിട്ട് ഞാൻ എൻ്റെ മനസ്സ് കൊണ്ട് നടന്ന എൻ്റെ പ്രപ്പോസൽസ് ഇത് ഇങ്ങനല്ല. നമ്മുടെ റിലേഷൻ ഭയങ്കര ട്രാക്കിലേക്ക് ഉണ്ടാവുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. എന്നാലും ചെറിയ രീതിയിലൊക്കെ ഭയങ്കര ആവുന്നതിൽ തെറ്റില്ലല്ലോ. ഏഞ്ചൽ ബില്ലുമായി നിർത്തൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ ഏഞ്ചലല്ല അഭിനയിക്കുകയാണെന്ന്. നിങ്ങൾക്ക് ഏഞ്ചലിനോടാണ് ഈ പ്രേമം നടത്തുന്നത് നിങ്ങൾ അവളോട് പോയി കൺവേഴ്സ് ചെയ്യും. അതായത് എൻ്റെ അടുത്ത് വന്നിട്ട് മതത്തിൽ നാടായിട്ട് വന്നാണല്ലോ കണ്ണിലാണ് കുത്തി പൊട്ടിക്കും ഞാൻ. അല്ല പിന്നെ ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. എന്റെ പൊന്നടി ഏഞ്ചൽ എന്ന് പറഞ്ഞ നീ തന്നെയാടി. നീ എന്നെ ഫസ്റ്റ് ആയിട്ട് കണ്ടത് ആ ദിവസം. നീ വൈറ്റ് ഒരു ഡ്രസ്സ് ഇട്ടിട്ടല്ലേ വന്നിരുന്നേ? അന്ന് നീ എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ എനിക്ക് ഏഞ്ചലിന്റെ മാതിരിയാ ഫീൽ ചെയ്ത്. അന്ന് തൊട്ട് ഞാൻ നിന്നെ ഏഞ്ചലിനാണ് വിളിച്ചോണ്ടിരിക്കണേ. അത് ഞാൻ നിന്നെ തന്നെയാടി ഏഞ്ചൽ എന്ന് വിളിക്കുന്നേ. ഞാൻ തന്നെയായിരുന്നു ഏഞ്ചൽ. ഇനിയെങ്കിലും കിടന്ന് കിണിക്കാതെ ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടടി. എന്ത് മാങ്ങ കണ്ടിന്യൂ ചെയ്യാൻ? നിന്നെ കൊണ്ട് ഈ റൊമാൻസ് ഒന്നും നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നിന്നോട് അവസാനമായിട്ട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. നിന്നെ താഴത്തും തലയിലും വെക്കാത്തൊന്നും കൊണ്ടുനടക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം നിന്റെ സ്വഭാവം അമ്മായത്തെ സ്വഭാവമാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നിന്നെയും നിന്റെ മക്കളെയും എന്നെ എൻ്റെ മക്കളെയും അങ്ങനെയല്ലല്ലോ, നിന്നെ നമ്മുടെ മക്കളെയും സുഖമായിട്ട് നോക്കാൻ എന്നെ കൊണ്ട് പറ്റും. നിന്നെ ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ നോക്കിക്കോളാം. നിനക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടോ? അത് പിന്നെ പ്രത്യേകം ചോദിക്കേണ്ട കാര്യമുണ്ട്? ആ ഉണ്ട്, പ്രത്യേകം ചോദിക്കേണ്ട കാര്യം ഉണ്ടായതുകൊണ്ട് എൻ്റെ എടുത്ത് ചോദിച്ചേ. അല്ലേ നീ നാളെ പറയും ഞാൻ ചോദിച്ചില്ല. അതുകൊണ്ട് പറ മോള്. ഇച്ചായോ എന്തോ മത്തിമിലെ മഴ കുറച്ചു. എന്തോന്ന്? എന്റെ പൊട്ടി ചായ തേയാമോന്ന്.
എടി പെണ്ണെ, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ വല്ലതും പറ. ഓ എന്റെ പൊട്ടിച്ചായ ഓ ഇനി അത് മനസ്സിലായില്ല. ഇഗാഫാനിയ അതും മനസ്സിലായില്ലേ? ശനാങ്കിയോ ഇങ്ങനെ ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ ഞാൻ ഉന്നെ കാതിലിക്കറേ ഐ ലവ് യു. ഇതങ്ങ് ആദ്യം പറഞ്ഞാ പോരായിരുന്നു. ഇതിനാണ് വളഞ്ഞു മൂക്ക് പിടിച്ചിരുന്നേ. ഈ ഇപ്പൊക്കണം മനുഷ്യ അവിടുന്ന് ഞാൻ എത്ര കഷ്ടപ്പെടുന്നോ. ഐ ലവ് യു ഇത്രയും ഭാഷയിലിരുന്ന് പഠിച്ച് കാണാതെ അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി കളഞ്ഞതോ ദുഷ്ടാ. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചൂടെ? ഓ പിന്നെ മലയാളത്തിന് പറയാൻ പറ്റുന്ന പാട് എനിക്ക് അറിയാവൂ. എന്നിട്ടാ ഇപ്പൊ നീ ബാക്കിയുള്ള ഭാഷ പഠിക്കാൻ പറയുന്നേ. എനിക്കൊന്നും വേറെ പണിയില്ലേ പെണ്ണെ ഈ കണ്ട ഭാഷകളൊക്കെ പഠിച്ചു വെക്കാൻ. ഞാൻ നിങ്ങളോട് ലവ് യു പറയാൻ ഇത്രയും ഭാഷ പഠിച്ചു വെച്ചേ. എന്റെ കൊച്ചിങ് വന്നേ. ഈശ്വര, എന്തോ കുഴപ്പമുണ്ടല്ലോ. ചിരിച്ചങ്ങാണ്ട് ചെല്ലാം. ഏടാളിയാ, എന്താണ് എന്നെ വിളിച്ചേ? ആഹാ, ഇതാര്? അശ്വാനന്ദ് എന്ന് പറഞ്ഞ അശ്വനോ? വേഗം വാ മോനെ. ചേട്ടനെ മോനെ കാത്തിരിക്കുമായിരുന്നു. ഷോ, നിനക്കെന്നെ കാണാണ്ടിരിക്കാൻ പറ്റാണ്ടായ? ഷേ, ട്രൂ ലബേ. അതെ അതെ, ട്രൂ ലബ് തന്നെ. അല്ല മോനെ, മോനി കമ്പനിയിൽ ആരാന്ന് പറഞ്ഞേ? ഞാൻ CEO അല്ലേ, 4 പേരിലൊരാള്. എന്തേ? ആഹാ, എന്റെ പൊന്നുമോൻ CEO ആയിരുന്നോ? എന്നിട്ടാണ് അടുത്തേണ്ടി ഇത്രയും കെയർലെസ് ആയ ഒരുത്തിനെ പിടിച്ച് എന്റെ പേഴ്സണൽ സെക്രട്ടറി ആക്കിയേക്കുന്നേ. അതിനിപ്പോ ഇവിടെ എന്താണ്ടേ? ഇന്ന് എടുത്തു നോക്ക് നിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അവസ്ഥ. ഈശ്വര, വേലി കിടന്ന പാമ്പിനാണല്ലോ തലയിലെടുത്ത് വെച്ചേക്കുന്നത്. എടാ മീയെ, നിനക്കിതിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാലേ? അത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതല്ലായിരുന്നു എനിക്ക് PS ഒന്നും ആവണ്ടെന്ന്. അശ്വരണ്ണന്റെ നിർബന്ധിച്ചേ. എന്നിട്ടിപ്പോ സൂപ്പർ. നിങ്ങൾ ഈ MCOM എടുത്തപ്പോൾ ഞാൻ കരുതി പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ അടുത്തും തെറ്റുണ്ട്. അയ്യോ, ഇനി ഇവൻ്റെ അടുത്തൊന്നും എങ്ങനെ രക്ഷപ്പെടും? അലിയ, അതില്ലേ, അത് പിന്നെ അത് പിന്നെ കുശികളൊക്കെ കഴിഞ്ഞല്ലോ. ഇനി എക്സ്പ്ലനേഷൻ പോരട്ടെ. കുശികളോ അങ്ങനൊന്നുമില്ല. അത് പിന്നെ ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചതായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവൾക്കൊരു തെറ്റ് പറ്റിയതാണ്. ഞാനെല്ലാം പറഞ്ഞു കൊടുത്തോളാം, ഞാൻ ശരിയായിക്കോളാം. അതെ ചെറിയ തെറ്റ്. നീ അവളുടെ അനലൈസ് ഒന്ന് ഉറക്കെ വായിച്ച് കേക്കട്ടെ ഞാൻ. അളി, അത് വേണോടാ. നമുക്ക് നീ ഒരു തവണ വായിച്ചതല്ലേ, അതുപോരെ? കൂടുതൽ കിടന്ന് കിണിക്കല്ലേ. നിന്റെ വായ കൊണ്ട് തന്നെ അനലൈസ് ഒന്ന് എനിക്കൊന്ന് കേൾക്കണം. വായിക്കടാ നീ. അളിയ, പിന്നെ കള്ളപ്പട്ടി. തുടങ്ങുവാണേ. കുത്തും കോമിയും പുള്ളിയൊന്നും വിട്ടേക്കരുത്. എല്ലാം കൂട്ടി വേണം വായിക്കാൻ. ആയിക്കോട്ടെ. 2023 ബിസിനസ് അനലൈസ് ഹെഡിങ് ആണ്. ഈ വർഷം വളരെ നല്ല രീതിയിൽ തന്നെ ബിസിനസ് മുന്നോട്ട് പോയി. എല്ലാം കൊണ്ടും വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ബിസിനസിൻ്റെ വളർച്ച. ഇവർ 4 പേരും നല്ല രീതിയിൽ തന്നെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അവിടെ ഇവിടെയും കുറച്ച് ലോസസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയി. വേഗം വായിക്ക്, ബാക്കി വായിക്ക്. നല്ല സർഗാത്മകമായി ഞാൻ എഴുതിയിട്ടുണ്ട് താഴേക്ക്. വേഗം വായിക്ക്, കേക്കട്ടെ ഞാൻ. വായിച്ചു കൊടുക്ക്. സർഗാത്മകമായി എഴുതിയതല്ലേ, ഒരുപാട് എഴുതിയിട്ടുണ്ട്. കൈ കടഞ്ഞാണും. അതുകൊണ്ട് വായിച്ചോട്, കേട്ടിട്ട് ആനന്ദം കൊള്ളട്ടെ. എടാ, അവളിതിന് മുന്നേ വർക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ടല്ലേ, അതുകൊണ്ടാണ്. അവള് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തോളാം. എല്ലാം പറഞ്ഞു കൊടുത്താൽ അവള് എന്നെ ശരിയാക്കിക്കോളും. എടാ, നിനക്ക് അറിയാവുന്ന കാര്യമില്ല ഞാൻ എന്തിനാ PS അപ്പോയിന്റ് ചെയ്തെന്നുള്ള കാര്യം. ഞാൻ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാനില്ലാത്ത ടൈമിൽ എൻ്റെ അതേ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ PS അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ അവളുടെ കാര്യങ്ങൾ പോലും ഞാൻ ചെയ്തു കൊടുക്കേണ്ട അവസ്ഥയാണല്ലോ വരുന്നത്.
നീ നല്ലൊരാളെ തന്നെയാട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്, ഒന്നും പറയാനില്ല. എടാ എല്ലാം അറിയാം. എടാ ഞാൻ നോക്കിക്കോളാം അവളുടെ കാര്യം. അവള് ഇനി ഇങ്ങനത്തെ ഒന്നും ചെയ്യത്തില്ല. ഇനിയെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ആ നീ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, എന്നിട്ട് അവളുടെ നൃത്തം നീ ഒന്ന് നോക്കി. ഇതൊന്നും അവളെ അല്ല പറയുന്നുള്ള രീതിയിലാണ് അവൾ നിൽക്കുന്നത്. ഓ എടാ നീ അത് വിട്. നാളേക്ക് നിനക്ക് ഇതിന്റെ അനലൈസ് കിട്ടിയിരിക്കും, പോരെ? ഇപ്പൊ നീ അത് വിട്. ആ ഓക്കെ. ആ പിന്നെ മിയ, നിങ്ങൾ ഞങ്ങളുടെ കൂടെയാണോ ഇന്ന് വീട്ടിലോട്ട് വരുന്നത്? അല്ല ഇഷ്ടനേട്ടാ, ഞങ്ങൾ വണ്ടി ഉണ്ടല്ലോ, ഞങ്ങൾ വണ്ടിയിലാണ് വരുന്നത്. ആണോ? എന്നാ നിങ്ങൾ ഇറങ്ങിക്കോ കേട്ടോ, വീട്ടിലെത്തിയിട്ട് കാണാമെന്നാ. ശരി എന്നാ. ഇഷ്ടനേട്ടാ, എന്നാൽ ശരി, ഞാൻ ഇറങ്ങുവാണേ. സർ, ഞാൻ ഇറങ്ങുവാ. എന്നാ ഇറങ്ങിക്കോ, ലേറ്റ് ആവണ്ട ഇനി. പോവാ. എടാ സോറിടാ, ഞാൻ അവൾ ഫ്രഷറാണെന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല. അത് ഓർക്കുമായിരുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ നമുക്കൊരു ട്രെയിനിങ് പീരീഡ് പോലെ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോറി എടാ, എന്തായാലും എൻ്റെ അടുത്ത് വന്ന ഫാൾട്ടാണ്. എടാ നീ എന്തിനാണ് സോറി പറയുന്നത്? അത് അവളുടെ തെറ്റല്ലേ? അവൾക്കറിയില്ലെങ്കിൽ അത് അവൾ പറയണമായിരുന്നു എനിക്കത് അറിയില്ല എന്നുള്ള കാര്യം. ഇതിപ്പോൾ ഒന്നും പറയാതെ വരുത്തി വെച്ചതല്ലേ, പിന്നെ നീ എന്തിനീ കിടന്ന് സോറി പറയുന്നേ? എടാ അത് പിന്നെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, PS നമുക്ക് പറ്റിയതല്ല, അവൾക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല അതിനെത്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. അപ്പോൾ ഞാനാ പറഞ്ഞേ അത് കുഴപ്പമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവളെ അപ്പോയിൻ്റ് ചെയ്ത്. അവളെ അന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാറ്റ എൻട്രിമാരി എന്തെങ്കിലും മതിയെന്ന്. പക്ഷേ എനിക്കെന്തോ എനിക്ക് അവൾക്ക് അങ്ങനെ ഒരു ജോലി കൊടുക്കാൻ തോന്നിയില്ല. അതാ ഞാൻ നിൻ്റെ PS ആക്കിയേ. ഓ അപ്പോൾ അതിനുള്ളിൽ അങ്ങനെ ഒരു കഥയും കൂടെയുണ്ട്. അല്ല അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, എന്ത് നിങ്ങൾക്ക് മൂന്നിനെയും അവളോട് ഇത്ര തോന്നിയ ഒരു സോഫ്റ്റ് കോർണർ? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, കുറേ ആയി ഞാൻ കാണുന്നു. അത് പറഞ്ഞാലേ എൻ്റെ പൊന്നുമോൻ മനസ്സിലാകത്തില്ല. ഷീസ് എ ഡയമണ്ട് യുനോ. അവൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കുഞ്ഞു പെങ്ങളാണ്. ഡയമണ്ട് എന്നെ കൂടൊന്നും പറയിപ്പിക്കില്ലേ. അല്ല എന്നാന്നാവോ അവളെ ഞാൻ ഭിത്തിയിൽ വലിച്ചു വരി ഒട്ടിക്കുന്നത്. അതുവരെ ഉണ്ടാവും അവളുടെ ഈ ചാട്ടമൊക്കെ. അത് മാത്രം നടക്കാൻ പോകുന്നില്ല. നിനക്കേ അവൾമാരെ 4 പേരെ അറിയത്തില്ല, അതുകൊണ്ടാണ്. അതെന്നാണ് അങ്ങനെ ഒരു ടോക്ക്? അതൊക്കെ ഉണ്ട്. അല്ല മോനിക്ക് ഇന്ന് അവൾക്ക് കൊടുത്ത പണിയൊക്കെ ഒന്നും വിടാതെ ഓർമ്മയില്ലേ? പണിയാ? ഇന്ന് അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ? ഉണ്ട്, നന്നായിട്ടുണ്ട്. എന്തിയേ? ഒന്നും വിടാത്തതിൻ്റെ ഓർമ്മ വെച്ചു ആവശ്യം വരും. എന്നാ വാ നമുക്ക് പോവാം. ജിയോ വിളിച്ചായിരുന്നു എന്നെ വിളിച്ചിട്ടില്ല. അവൻ നിന്നെ വിളിച്ചായിരുന്നോ? ഇല്ലടാ, എന്നെ വിളിച്ചില്ല. അവൻ ചിലപ്പോൾ അവളെയും കൊണ്ടിട്ട് എല്ലാം പറഞ്ഞു തീർക്കാൻ വേണ്ടി പോയി കാണും. അതാണ് നമ്മളെ വിളിക്കാത്തത്. ക്ലയൻറ്റ് കണ്ടതിന് ശേഷം പോയി കാണും. വിളിച്ചോളും, അല്ലെങ്കിൽ നേരിട്ട് വീട്ടിലോട്ട് വന്നോളും. വാ നമുക്ക് പോവാം, ജൂണിനെ വിളിക്കാം. വാ. ഓക്കെ വാ എന്നാൽ പോവാം. നിന്നെ കണ്ടപ്പോൾ ശരി വന്നുപോയി. അതാ നീ എന്നാടി മുത്ത ഇങ്ങനെ ഇരിക്കുന്നേ? കാര്യം പറ. അത് പിന്നെ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഡേനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇന്ന് ഫസ്റ്റ് ഡേ ആയതോടെ ചുമ്മാ ഇരിക്കായിരുന്നു, പ്രത്യേകിച്ച് ഒരു പണിയില്ലായിരുന്നു. അതെയല്ലേ, മോക്ക് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ പട്ടിപ്പണിയായിരുന്നല്ലേ? പൊടുത്തേണ്ടി എടേ, അങ്ങേരില്ലേ, അങ്ങേര് എന്തൊരു സാധനമാടി. അങ്ങേര് എന്നെ കൊണ്ട് എന്തൊക്കെയാ ഇടിക്കുന്ന. ഒരു വർഷത്തെ ഫയലേക്ക് ഇന്ന് ഒരു ദിവസം കൊണ്ട് എന്നോട് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞേക്കുന്നു. അത് മാത്രമല്ല, അവിടേക്ക് ഓടിക്കുന്നു ഇവിടേക്ക് ഓടിക്കുന്നു, ഇരുന്ന് ചീത്ത പറയുന്നു, എന്തൊക്കെയാടി നടക്കുന്നേ. അപ്പം എൻ്റെ കൊച്ചിന്ന് കുറച്ച് ഓടിയെന്ന് സാരം അല്ലേ? കുറച്ചൊന്നല്ല, നന്നായിട്ട് ഓടി. എടേ, എനിക്ക് അങ്ങേർക്ക് എന്തേലും പണി കൊടുക്കണോടി. അവിടെ വരുമ്പോൾ മാത്രമല്ലേ, ഐ മീൻ ഓഫീസിലുള്ളപ്പോൾ മാത്രമല്ലേ അങ്ങനെ എൻ്റെ സാറായിട്ട് വരുന്നത്. ഇവിടെ വരുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ വെച്ച് എനിക്ക് എന്തേലും പണി അങ്ങനെ കൊടുക്കണം. അല്ല, എന്ത് പണി കൊടുക്കണം മോള് പറയുന്നേ? മോൾക്കേ അവന്മാരെ 4 പേരെ അറിയാൻ പാടില്ല കേട്ടാ. കോളേജിലൊക്കെ ഭയങ്കര സീനായിരുന്നു. നീ പറയണ പോലെ ഒന്നുമില്ല, അങ്ങോട്ടൊരു പണി കൊടുത്താൽ 2 പണി ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. അതുകൊണ്ട് വേണോ? ഓഹോ, അപ്പം അത്രേ ഉള്ളൂ. ഞാൻ
ഞങ്ങളിലും അങ്ങനെയാണല്ലോ. നമുക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. നമ്മൾ ആരും ഇല്ലാത്തവളല്ലേ. എനിക്കറിയാം നിങ്ങൾ ആരൊന്നും പറയണേ, എനിക്കെല്ലാം അറിയാം. അപ്പോൾ ഇനി ആരോടൊന്നും ഞാൻ ചോദിച്ചു വരില്ല. അപ്പോൾ നിങ്ങളെ കാര്യം നോക്കി പോ. നീ ഇതെന്താടി പറയുന്നേ? നിനക്കിപ്പോൾ എന്താ വേണ്ടേ? അങ്ങനെയൊരു പണി കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് കൊടുക്കാന്നേ. സത്യോ അയ്യടാ, എത്ര വേഗം അവളുടെ മൂഡ് ചേഞ്ച് ആയിരുന്നു നോക്കി. എന്നവാ, നമുക്ക് ഗൂഢമായി ചിന്തിക്കാം. ചിന്തിക്കുന്നതും പണി കൊടുക്കുന്നതൊക്കെ ഓക്കെ ചെയ്യാം. പക്ഷേ തിരിച്ച് കിട്ടാതെ കൂടെ നോക്കണം. നീ പൊടി നെഗറ്റീവ്. അവള് കുറെ നേരമായി തുടങ്ങിയിട്ട്. നീ ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിടി. നീ എന്തിനാ ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നേ? ഞങ്ങൾ എന്തായാലും അവന് പണി കൊടുത്തിട്ടേ അടങ്ങുള്ളൂ. പണി കിട്ടിയിട്ടേ അടങ്ങുമെന്ന് പറ. ഇനി എന്നും കൂടെ വലിച്ചു കയറ്റാതെ ഇങ്ങ് വന്ന രണ്ടും വരുമ്പോ തന്നെ നമുക്ക് പണി കൊടുത്തേക്കാം. എടി പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. അവര് വന്നാലും ഇവിടെ തന്നെ പിടിച്ചിരുത്തണം, മേലേക്ക് പറഞ്ഞയക്കരുത്. ഞാൻ പോയി സാധനമായിട്ട് വരാം. ഓക്കെ? വേണ്ട, നീ പോണ്ട, ഞാൻ പോയി കൊണ്ടുവരാം. കാരണം നീ കൊണ്ടുവന്ന് ചിലപ്പോൾ അങ്ങനെ കുടിച്ചില്ലെങ്കിലോ. അതുകൊണ്ട് വേണ്ട, റിസ്ക് എടുക്കണ്ട, ഞാൻ തന്നെ പോയി എടുത്ത് വരാം. അത് ശരിയാ, നീ തന്നെ പൊക്കോ. പോയിട്ട് വേഗം വായോ കേട്ടാ. ഓക്കെ. എടി, എനിക്കൊരു ഡൗട്ട്. അതായത് അവൾ കൊണ്ടുവരുന്ന ഗ്ലാസ്സൊക്കെ മാറിയിട്ട് അത് ജോണിച്ചാനോ അല്ലെങ്കിൽ അശ്വനായിട്ടിനെ ഏറ്റെടുത്ത് കുടിച്ചാലോ? എന്റെ വീക്ഷണകോണം വെച്ച് അങ്ങനൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല. അഥവാ അങ്ങനെ വല്ലതും സംഭവിച്ചാലോ? അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നിന്നെ ഞാൻ കൊല്ലൂടി. പാവില്ല അശ്വനായിട്ട്. പിന്നെ എന്റെ പണികളൊന്നും ഇതുവരെ പാളിയിട്ടില്ല, ഇനിയോട്ട് പാളാനും പോകുന്നില്ല. അതുകൊണ്ട് നീ പേടിക്കണേ കേട്ടാ. കണ്ടറിയാം. എടുക്കണം, മിണ്ടാതിരി. അവര് വരുന്നു. എന്താണ് രണ്ടും കൂടെ ഒരു ഗൂഢാലോചന? അല്ല, ഒരാളെ കുറവുണ്ടല്ലോ. എവിടെയാണ്? ഗൂഢാലോചനയോ? അങ്ങനൊന്നും ജോണിച്ചായ, ഞങ്ങള് ചുമ്മാ സംസാരിച്ചിരിക്കുവായിരുന്നു. പിന്നെ ജേനി അവള് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. എന്തൊക്കെയോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കഴിക്കാല്ലേ? അതെ, സ്പെഷ്യൽ ആയിരിക്കും, ചിലവർക്ക് മാത്രം. എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അവനുള്ള പണിയാണോ? അതൊന്നും ആയിരിക്കത്തില്ല. വന്നെല്ലാരും. ഇനിയൊന്ന് ഇതൊന്ന് കുടിച്ചു നോക്കി. എന്റെ സ്പെഷ്യൽ ജ്യൂസാണ്. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ. പിന്നെ അല്ലാണ്ട് നീ ഇങ്ങ് തന്നേ. കൊള്ളാലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു അശ്വിനേട്ടാ. അതെ വേട്ടാ, ഇന്നാ എടുക്ക്. ഇങ്ങത്താ. കൊള്ളാലോ, ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയൊന്നും. താങ്ക് യു. അല്ല, ആദ്യമായിട്ട് എന്താ എടുക്കാത്തെ? എടുക്കേട്ടാ. വേണ്ടടാ, അത് എനിക്ക് ഒന്നാമത് ഇപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഹെഡ് ഏക്ക് ഉണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഷുഗർ ഇട്ടല്ലേ, ഷുഗർ കുടിച്ചാൽ എനിക്ക് ഒന്നാമത് അത് കൂടത്തേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും വേണ്ട, ഞാൻ പിന്നെ കുടിച്ചോളാം കേട്ടോ. ഇങ്ങനത്തെ ഒരു ഹെഡ് ഏക്ക് ഇങ്ങനെ എന്താ കുടിച്ചാ? ഓക്കെ. അയ്യോ, അതിന് ഇനി മൂഡ് ചേഞ്ച് ആക്കണ്ട, ഞാൻ കുടിച്ചേക്കാം. അങ്ങനെ തന്നെ കുടിക്കട മോനെ, നീ കുടിക്കുക. ജെനി, കൊള്ളാട്ടോ, നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. എന്നാൽ ഞാൻ റൂമിലോട്ട് പോവാണേ. ഏട്ടാ. എന്നാൽ പിന്നെ ഞങ്ങൾ റൂമിലോട്ട് പോവാണേ. കുറച്ച് റെസ്റ്റ് എടുക്കണം. പിന്നെ ആരും കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് റൂമിലോട്ട് വരണേ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വന്നേക്കാം. എന്നാൽ ശരി. എന്നാ എടാ, പ്ലാനിങ് സക്സസ് ആയില്ലേ? ഇനി എപ്പോഴാണ് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റുന്നേ? വെയിറ്റ് ആൻഡ് സീ മോളോ. 15 മിനിറ്റ് എന്നാ പറഞ്ഞേക്കുന്നേ. അത് കഴിഞ്ഞാൽ അതിന്റെ പണി തുടങ്ങിക്കോളും. നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം നല്ലപടിയും നടന്നാൽ മതിയായിരുന്നു. പിന്നെ തിരിച്ചെന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് കേട്ടാ. ഇവളിത്. എടി പെണ്ണെ, ഇവൾക്ക് പണി കൊടുത്തിട്ട് നമ്മൾ തിരിച്ചൊരു പണി കൊടുത്തു, അത്രേ ഉള്ളൂ. നീ ഇത് ഊതി പെരുപ്പിക്കൊന്നും വേണ്ട. ഞാനായിട്ടൊന്നും പറയുന്നില്ല. അല്ല, അവി ഇവിടെ ഇത്ര നേരമായിട്ട് എന്താ അവള് വരാത്തെ? അവള് ചായന്റെ കൂടെ പോയതല്ലേ, വന്നോളും. ക്ലയന്റിനെ കാണുന്നു പറഞ്ഞു പോയതല്ലേ. ടൈമൊക്കെ ആവുന്നല്ലേ ഉള്ളൂ, വരാൻ ടൈം ആവുന്നേ ഉള്ളൂ. സാരമില്ല, വന്നോളും. എന്നാലേ നിങ്ങൾ റൂമിലോട്ട് കേട്ടോ, എനിക്ക് ചെറിയൊരു പണി ബാലൻസ് ഉണ്ട്, അത് തീർത്തിട്ട് വരാവേ. എടി പെണ്ണെ, മതി കേട്ടോ, ഇനി പണിയെടുക്കാനൊന്നും പോണ്ട.
ഇപ്പൊ തന്നെ എന്നൊക്കെയുള്ള അയക്കണ്, ഇനി കൂടുതലൊന്നും വേണ്ട. എടി ഇവൾക്ക് തന്നാടി പറ്റിയേ, ആർക്കെങ്കിലും പണി എടുക്കണമെന്നുണ്ടെങ്കിൽ മുന്നിൽ കയറി നിൽക്കുന്നവളാണ്. ഇപ്പൊ ഇവൾക്ക് എന്തോ പറ്റിക്ക്? എടി പെണ്ണെ, എനിക്കൊന്നും പറ്റിയതല്ല. അവന്മാർക്ക് ഒരു പണി അങ്ങോട്ട് കൊടുത്ത രണ്ടെണ്ണം ഇങ്ങോട്ട് തരും, അങ്ങനത്തെ സ്വഭാവമാണ്. അത് നിനക്കറിയാൻ പാടില്ല കേട്ടാ, അതുകൊണ്ടാണ് ഞാൻ മതി 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 എന്ന് പറയണത്. ആ മതി മതി, നീ പണഞ്ഞേ, ഇനി കൂടുതലൊന്നും പണയാ നിൽക്കണ്ട കേട്ടാ. നീ ഒന്നും പണയാതെ ഇവിടെ വിളിച്ചിട്ട് മേലോട്ട് കയറിപ്പോക്കെ, ഐ മീൻ റൂമിലോട്ട് കയറിപ്പോക്കെ. പോ 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 പോ, കണ്ടറിയാത്തവ കൊണ്ടറി. ഓ ആയിക്കോട്ടെ, ഞാൻ അങ്ങ് സഹിച്ചു പൊടിപ്പൂല്ലേ. എടി മോളെ, നീ അവള് പറഞ്ഞ അങ്ങനെ തള്ളിക്കളയാനും നിൽക്കണ്ട, ഒന്ന് സൂക്ഷിച്ചോ. എന്റെ പൊന്നു, ഇനി നീയും കൂടെ തുടങ്ങാതെ. ഞാൻ അങ്ങനെ നോക്കിച്ചും വരാം, ബൈ. ഈശ്വര, ആ പോകുന്ന സാധനത്തിന് നീ ഒന്ന് തുണച്ചേക്കണേ.